Can water dissolve any amount of a substance? In chapter 4, we found that many substances dissolve in water and form a solution. We say that these substances are soluble in water. അതായത് നമ്മൾ ചാപ്റ്റർ 4-ൽ കണ്ടതാണല്ലേ, ഒരുപാട് സബ്സ്റ്റൻസ് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നത് നമ്മൾ കണ്ടതാണല്ലേ. വി സേ ദാറ്റ് ഓൾ ദീസ് സബ്സ്റ്റൻസസ് ആർ soluble in water. What will happen if we go on adding more and more of these substances to a fixed quantity of water? അതായത് ഒരു കുറച്ച് വെള്ളത്തിലേക്ക് ഈ സാധനം, ഇപ്പം നമ്മൾ സോൾട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷുഗർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഡിസോൾവ് ആകുന്നത് അല്ലേ, അല്ലെങ്കിൽ സോല്യൂബിൾ ആകുന്നത് നമ്മൾ കണ്ടതാണ്. നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സോല്യൂബിൾ ആകും. അപ്പോൾ ഇത് മോർ ആൻഡ് മോർ ക്വാണ്ടിറ്റി ഇതിലേക്ക് ആഡ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടറാണ് ഉള്ളതെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരുപാട്, സപ്പോസ് സോൾട്ട് തന്നെ ആയിക്കോട്ടെ, കുറേ സോൾട്ട് ഇട്ടു, അത് നമ്മൾ നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് വീണ്ടും വീണ്ടും ഇതിട്ടുകൊണ്ടിരുന്നാൽ, അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യു വിൽ നീഡ് എ ബീക്കർ ഓർ എ സ്മോൾ പാൻ, എ സ്പൂൺ, സോൾട്ട് ആൻഡ് വാട്ടർ. Pour half a cup of water in the beaker, add 1 teaspoonful of salt and stir it well until the salt dissolves completely. സോൾട്ട് കംപ്ലീറ്റ് ഡിസോൾവ് ആകുന്നിടം വരെ നമ്മൾ സ്റ്റിർ ചെയ്യുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എഗെയിൻ ആഡ് എ ടീസ്പൂൺഫുൾ ഓഫ് സോൾട്ട് ആൻഡ് സ്റ്റിർ വെൽ. വീണ്ടും ഒരു സ്പൂൺ ഇടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഗോ ഓൺ ആഡിങ് സോൾട്ട് 1 teaspoonful അറ്റ് എ ടൈം ആൻഡ് സ്റ്റിർ. ഓരോ ടീസ്പൂൺ ഫുള്ള് ഇങ്ങനെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അതായത് ഒരു ടീസ്പൂൺ നിറയെ എടുത്തു, അത് ഡിസോൾവായി, വീണ്ടും ഒരു ടീസ്പൂൺ ഇട്ടു, അതും ഡിസോൾവായി, അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ആഫ്റ്റർ ആഡിങ് എ ഫ്യൂ സ്പൂൺസ് ഓഫ് സോൾട്ട്, ഡു യു ഫൈൻഡ് ദാറ്റ് സം സോൾട്ട് റിമെയിൻസ് അൺഡിസോൾഡ് ആൻഡ് സെറ്റിൽസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ബീക്കർ. അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ സോൾട്ട് ഡിസോൾവ് ആകുന്നില്ല, അതായത് അൺഡിസോൾവ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ബീക്കറിൻ്റെ അടിയിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇഫ് യെസ്, ദിസ് മീൻസ് ദാറ്റ് നോ മോർ സോൾട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ദി എമൗണ്ട് ഓഫ് വാട്ടർ വി ഹാവ് ടേക്കൺ. അതായത് നമ്മൾ എടുത്ത വെള്ളത്തിന് ആനുപാതികമായിട്ടാണ് ഇത് ഡിസോൾവ് ആകുന്നത്. വെള്ളം കുറവാണെങ്കിൽ, അതായത് വാട്ടർ കുറവാണെങ്കിൽ അത് ഡിസോൾവ് ആകുന്നത് കുറഞ്ഞിരിക്കും. ഓക്കെ, the solution is now said to be saturated. നമുക്ക് അവിടെ കിട്ടുന്ന ആ സൊല്യൂഷന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഹിയർ ഈസ് എ ഹിന്റ് ആസ് ടു വാട്ട് മൈറ്റ് ഹാവ് ഗോൺ റോങ് വെൻ പഹേലി ട്രൈ ടു റിക്കവർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് മിക്സ്ഡ് വിത്ത് സാൻഡ്. Perhaps the quantity of salt was much more than that required to form a saturated solution. അതായത് ആ നേരത്തെയുള്ള അതിൽ ആക്ടിവിറ്റിയിൽ, അതായത് നമ്മൾ കണ്ടൻസേഷനും ഇവാപറേഷനും ഒക്കെ പഠിച്ചെടുത്ത് പഹേലി നടത്തിയ ഒരു ആക്ടിവിറ്റിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഡിസോൾവ് ആകാതെ കിടക്കുന്നത് കണ്ടു എന്നുള്ളത് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ്. ഇപ്പോൾ പഹേലി ചെയ്ത എന്താ, സാൻഡും സോൾട്ടുമായിട്ട് മിക്സ് ചെയ്തു. ആ സോൾട്ടിൻ്റെ അളവ് കൂടുതലായിരുന്നു, എടുത്ത വെള്ളത്തിൻ്റെ അളവ് കുറവായിരുന്നു. അതുകൊണ്ടാണ് കംപ്ലീറ്റ് സോൾട്ട് അവിടെ ഡിസോൾവ് ആകാതിരുന്നത് അല്ലേ. അപ്പോൾ അത് സാൻഡുമായിട്ട് മിക്സായി. അതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ദ അൺഡിസോൾവ്ഡ് സോൾട്ട് വുഡ് ഹാവ് റിമെയിൻഡ് മിക്സ്ഡ് വിത്ത് സാൻഡ് ആൻഡ് കുഡ് നോട്ട് ബി റിക്കവേർഡ്. അതായത് സാൻഡുമായിട്ട് അൺഡിസോൾവ് ആയിട്ടുള്ള ഈ സോൾട്ട് മിക്സ് ആയിട്ട് കിടക്കും, അത് രണ്ടും ആ ബീക്കറിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടി കിടക്കും അല്ലേ. അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് നമുക്ക് ആ സോൾട്ടിനെ ഡിസോൾവ് ആക്കാൻ പറ്റുന്നത്? മോർ ആൻഡ് മോർ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ആഡ് ചെയ്യുമ്പം ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമുക്ക് കംപ്ലീറ്റ് ഡിസോൾവ് ആക്കിക്കൊണ്ട്, അതായത് ആ സോൾട്ടിനെ കംപ്ലീറ്റ് ഡിസോൾവ് ആക്കിക്കൊണ്ട് സാൻഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ, അതായത് സോൾട്ട് കംപ്ലീറ്റ് ഡിസോൾവ് ആകാതെ വരുന്ന കേസിൽ നന്നായിട്ട് സ്റ്റിർ ചെയ്യണം. സ്റ്റിർ ചെയ്തിട്ടും ഡിസോൾവ് ആകുന്നില്ല എങ്കിൽ അത് ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? മോർ ആൻഡ് മോർ വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഷീ കുഡ് സോൾവ് ഹെർ പ്രോബ്ലം ബൈ യൂസിങ് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അവളുടെ ആ ഒരു പ്രോബ്ലം അവൾ സോൾവ് ചെയ്തു. സപ്പോസ് ഷീ ഡിഡ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ഡിസോൾവ് ഓൾ ദി സോൾട്ട് ഇൻ ദി മിക്സ്ചർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ
കുറച്ച് വെള്ളമേ ഉള്ളായിരുന്നു, സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇല്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്യും? ഈസ് ദെയർ സം വേ ദാറ്റ് വാട്ടർ കുഡ് ബി മെയ്ഡ് ടു ഡിസോൾവ് മോർ സോൾട്ട് ബിഫോർ ദ സൊല്യൂഷൻ ഗെറ്റ്സ് സാച്ചുറേറ്റഡ്? ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് സം വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് മിക്സ് സോൾട്ട് ഇൻ ഇറ്റ് അണ്ടിൽ ഇറ്റ് കനോട്ട് ഡിസോൾവ് എനി മോർ സോൾട്ട്. ദിസ് വിൽ ഗിവ് യു എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. അതായത് ആ വാട്ടർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകുന്നിടം വരെയും സോൾട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്? കുറേ സോൾട്ട് ഡിസോൾവ് ആകാതിരിക്കുന്ന അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലേ? അപ്പോൾ അതിലേക്ക് അതുവരെയും സോൾട്ട് ഇട്ട് കൊടുക്കുക. നൗ ആഡ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് ടു ദിസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് ഹീറ്റ് ഇറ്റ്. വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി സോൾട്ട് ഇടുക, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. അതായത് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുക. വാട്ട് ഡു യു ഫൈൻഡ്? വാട്ട് ഹാപ്പൻസ് ടു ദി അൺഡിസോൾവ്ഡ് സോൾട്ട് ഇൻ ദി ബോട്ടം ഓഫ് ദി ബീക്കർ? അതായത് ആ ബീക്കറിൻ്റെ ബോട്ടത്തിൽ കിടന്ന അൺഡിസോൾവ്ഡ് സോൾട്ട്, അതായത് ഡിസോൾവ് ആകാതിരുന്ന അല്ലെങ്കിൽ മിക്സ് സോല്യൂബിൾ ആകാതിരുന്ന സോൾട്ട് ഉണ്ടല്ലോ, അതിനെന്ത് സംഭവിക്കുന്നു? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഡസ് ഇറ്റ് ഡിസോൾവ് നൗ? ഇഫ് യെസ്, ക്യാൻ സം മോർ സോൾട്ട് ബി ആഡഡ് ഡിസോൾവ്ഡ് ഇൻ ദിസ് സൊല്യൂഷൻ ബൈ ഹീറ്റിംഗ് ഇറ്റ്? അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിസോൾവ് ആകുന്നുണ്ടോ? ആകുന്നുണ്ടെങ്കിൽ വീണ്ടും കുറേ കൂടെ സോൾട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകും അല്ലേ? വാട്ടർ ഹീറ്റ് ആകുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഹീറ്റ് ആകുന്നതോടുകൂടി ഈ സോൾട്ട് കംപ്ലീറ്റ് അതിൽ ഡിസോൾവ് ആകും അല്ലേ? ലെറ്റ് ദിസ് ഹോട്ട് സൊല്യൂഷൻ കൂൾ. ഡസ് ദി സോൾട്ട് അപ്പിയർ ടു സെറ്റിൽ അറ്റ് ദി ബോട്ടം ഓഫ് ദി ബീക്കർ അഗെയിൻ? അതായത് ഈ സോൾട്ട് സൊല്യൂഷനെ അല്ലെങ്കിൽ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ എന്ത് ചെയ്യുക? കൂളാക്കുക. ഈ സൊല്യൂഷൻ, അതായത് ഹീറ്റ് ചെയ്ത് ഈ സൊല്യൂഷനെ നമ്മൾ തണുക്കാനായിട്ട് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സോൾട്ട് അപ്പിയർ ടു സെറ്റിൽ അറ്റ് ദി ബോട്ടം ഓഫ് ദി ബീക്കർ എഗെയിൻ. ദ ആക്ടിവിറ്റി സജസ്റ്റ് ദാറ്റ് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓൺ ഹീറ്റിംഗ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? കൂടുതൽ സോൾട്ട് ഉണ്ടെങ്കിൽ, അതായത് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ, സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്കതിനെ ഡിസോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഹീറ്റ് ചെയ്താൽ അതിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡസ് വാട്ടർ ഡിസോൾവ് ഈക്വൽ എമൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് സോല്യൂബിൾ സബ്സ്റ്റൻസസ്? ലെറ്റ് us ഫൈൻഡ് ഔട്ട്. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റിയാണ്. ടേക്ക് 2 ഗ്ലാസസ് ആൻഡ് pour half a cup of water in each of them. Add a teaspoon of salt to 1 glass and stir till the salt dissolves. Go on adding salt 1 teaspoon at a time till the solution saturates. അതായത് 2 ഗ്ലാസ് എടുക്കുക. 2 ഗ്ലാസ്സിൽ ഹാഫ് പോർഷൻ വാട്ടർ എടുക്കുക. അതിലൊരു ഗ്ലാസ്സിലേക്ക് സോൾട്ട് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക. ഓക്കെ, റെക്കോർഡ് ദി നമ്പർ ഓഫ് സ്പൂൺസ് ഓഫ് സോൾട്ട് ദാറ്റ് ഡിസോൾഡ് ഇൻ ദ വാട്ടർ. അതായത് നമ്മൾ ഇതിലേക്ക് 1 by 1 ആയിട്ട് ഓരോ ടീസ്പൂൺ സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം സോൾട്ട്, അതായത് എത്ര ടീസ്പൂൺ സോൾട്ട് അതിൽ ഡിസോൾവ് ആയി എന്ന് റെക്കോർഡ് ചെയ്യുക. നൗ റിപ്പീറ്റ് ദ സെയിം ആക്ടിവിറ്റി വിത്ത് ഷുഗർ. മറ്റൊരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുക. 1 by 1 ആയിട്ട് 1 സ്പൂൺ അറ്റ് എ ടൈം. ദെൻ അത് സ്റ്റിർ ചെയ്യുക. അതിന് ശേഷം അടുത്ത സ്പൂൺ, അങ്ങനെ അതിനെ 1 by 1 ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ചെയ്യുക. റിപ്പീറ്റ് ദിസ് വിത്ത് സം അതർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. ഇത് വേണമെങ്കിൽ നമുക്ക് ഷുഗറും സോൾട്ടും അല്ലാണ്ട് വേറെ വാട്ടറിൽ സോല്യൂബിളായിട്ടുള്ള വേറെ സബ്സ്റ്റൻസ് വെച്ചിട്ട് ഈ പ്രോസസ്സ് ചെയ്തു നോക്കാം. വാട്ട് ഡു യു നോട്ടീസ്? ഇവിടെ നമുക്ക് മനസ്സിലാവും വാട്ടറിൽ ഓരോ സബ്സ്റ്റൻസും പല എമൗണ്ടിലാണ് അത് ഡിസോൾവ് ആകുന്നത് അല്ലേ? നമുക്ക് മനസ്സിലാവും. വി ഹാവ് ഡിസ്കസ്ഡ് എ ഫ്യൂ മെത്തേഡ്സ് ഓഫ് സെപ്പറേറ്റിംഗ് സബ്സ്റ്റൻസസ്. സം ഓഫ് ദി മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ പ്രസൻറ്റഡ് ഇൻ ദിസ് ചാപ്റ്റർ ആർ ഓൾസോ യൂസ്ഡ് ഇൻ എ സയൻസ് ലബോറട്ടറി. ഇത് നമുക്ക് ലാബിൽ കാണാനായിട്ട് സാധിക്കും. വി ഓൾസോ ലേൺ ദാറ്റ് എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് എ സബ്സ്റ്റൻസ് ഇൻ എ ലിക്വിഡ്. ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ലിക്വിഡിനകത്തേക്ക് അല്ലെങ്കിൽ വാട്ടറിലേക്ക് മറ്റൊരു സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട്, വാട്ടർ എന്ന് തന്നെ ഇല്ല, എന്ത് ലിക്വിഡിലേക്കും നമ്മൾ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിനെ ഒരു സൊല്യൂഷനാക്കി മാറ്റുന്നത്. എ സൊല്യൂഷൻ ഈസ് സെഡ് ടു ബി സാച്ചുറേറ്റഡ് ഇഫ് ഇറ്റ് കനോട്ട് ഡിസോൾവ് മോർ ഓഫ് ദി സബ്സ്റ്റൻസസ് ഇൻ ഇറ്റ്. അതായത് സാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ, ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ
അതിനകത്ത് മോർ ഓഫ് ദ സബ്സ്റ്റൻസ് ഡിസോൾവ് ആകാതെ കുറേ സബ്സ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസ് എന്താണോ, അതിപ്പം സോൾട്ട് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ ആ സബ്സ്റ്റൻസ് മാക്സിമം അതിനകത്ത് ഡിസോൾവ് ആയി കഴിഞ്ഞു. ബാക്കി വരുന്നതാണ് ആ ബീക്കറിൻ്റെ ബോട്ടത്തിൽ സെറ്റിലാവുന്നത്. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.